ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴദൂരം മുമ്പയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ കമല ഭയങ്കര അനാവശ്യമായ രീതിയിൽ അലീനയെയും ബാലചന്ദ്രനെയും കുറിച്ചുള്ള സംസാരങ്ങളോട് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവിനാകെ ദേഷ്യം വരികയാണ്. അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അമ്മയുടെ നാവിൽ നിന്നും അങ്ങനൊരു വർത്തമാനം വരാനായിട്ട് പാടില്ല അമ്മേ. വളരെയേറെ മോശമായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാടാ? ഒരു വേലക്കാരിയും കൊണ്ടാണ് ബാലചന്ദ്രൻ പോയിരിക്കുന്നത്. എന്താവശ്യത്തിന് വേണ്ടി അയാൾ വേലക്കാരിയും കൊണ്ട് നേരെ റിസോർട്ടിൽ പോയി താമസിക്കുന്നു? അതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ അതേപോലൊരു രീതികളിലല്ലേ ഹലീനയോട് പെരുമാറിയത്. അപ്പം പിന്നെ ആ വീട്ടിൽ നിന്ന് ആരെ ഇറക്കി വിടണം, ആരെ ഇറക്കി വിടണ്ട എന്ന് തീരുമാനിക്കേണ്ട അവകാശം അത് അങ്കിൾക്കാണ്. പിന്നെ അങ്കിളുടെ കൂടെ ഹലീന മാത്രമല്ല, അവിടെ കൃഷ്ണമോളും ഉണ്ട്. അതും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ രാജീവനാണെങ്കിൽ കാലി തുള്ളിയോട് സംസാരിക്കുകയാണ്. എടാ മനു, ഏതായാലും എന്തു വേണം എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം ചെയ്യാനായിട്ട്. അങ്കിൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു? അലീനയെ വലിച്ചിറക്കിക്കൊണ്ട് വരുമോ? അല്ലെങ്കിൽ വീണ്ടും തെരുവിലേക്ക് തള്ളോ? അതിനുള്ള ധൈര്യം അങ്കിൾക്കുണ്ടോ? അങ്കിളെ, അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അങ്കിള് മനസ്സിലൊരു കാര്യം ചിന്തിക്കണം. പിന്നെ അങ്കിൾക്ക് സിംഗപ്പൂര് പോകാനായിട്ട് സാധിക്കില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ബാലേന്ദ്രൻ അങ്കിൾ എന്നോട് പറഞ്ഞെന്നറിയാവോ? ഞാൻ നിന്റെ കൊച്ചച്ഛനെതിരെ കേസ് കൊടുക്കാനായിട്ട് പോവുകയാണെന്ന്. ഞാൻ പറഞ്ഞതുകൊണ്ടാ കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം അങ്കിള് മാറ്റിയത്. മനസ്സിലായോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാജീവനാകെ ഒന്ന് പേടിച്ചു. രാജീവനൊന്ന് പേടിക്കാൻ വേണ്ടി തന്നെയാണ് മനു അങ്ങനെ ഒരു സംസാരം സംസാരിച്ചത്. പിന്നെ അലീനയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ബലമായിട്ട് കൊച്ചച്ഛൻ അവിടെ നിന്ന് അടിച്ചിറക്കിയെന്നും പിന്നെ തൻ്റെ ശരീരത്ത് തൊട്ടുന്നു ഒരു പെണ്ണെന്ന് പോലും ചിന്തിക്കാതെ വളരെ മോശമായി സംസാരിച്ചെന്നും പിന്നെ പീഡന ശ്രമം വരെ നടത്തിയെന്നു വരെ അവർ കേസ് കൊടുത്താൽ അങ്കിൾ എന്ത് ചെയ്യും? പിന്നെ അങ്കിൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും അങ്കിളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാജീവനാകെ കിടുങ്ങിയ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എടാ, അതിന് അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ നടന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുന്നത് പോലെ അവളാ അടിച്ചിറക്കിയത്. അപ്പോൾ അലീനയെ കൊണ്ട് അങ്ങനൊരു കേസ് കൊടുപ്പിക്കാനും ബാലേന്ദ്രൻ അങ്കിൾ തയ്യാറാകും. അലീന ബാലേന്ദ്രൻ അങ്കിൾ പറഞ്ഞാൽ അതനുസരിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ സിംഗപ്പൂരിലേക്ക് പോകുന്ന കാര്യം ഗോവിന്ദ, അതൊക്കെ ഒന്ന് ആലോചിക്കങ്ങളെ. എടാ, എന്നാലും വൈജയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണ്ടേ? എന്നിട്ട് അങ്ങളെ കൊണ്ട് എന്ത് സാധിച്ചു? കൂടുതൽ പ്രശ്നം രൂക്ഷമാകുകയല്ലേ ചെയ്തത്. അങ്ങനെയൊക്കെ നമ്മുടെ മനു സംസാരിച്ചിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ നമ്മുടെ ഈ രാജീവനും തോന്നുകയാണ്. അപ്പോൾ അവിടെ ഹരി ഉണ്ടായിരുന്നു. അപ്പോൾ ഹരി ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങളെ, നമുക്കൊരു കാര്യം ചെയ്താലോ അങ്ങളെ, ഈ ആലീനയെ തട്ടിക്കൊണ്ടു പോയാലോ? എന്നിട്ട് അവൾ എവിടെയെങ്കിലും കൊണ്ട് കളയാം. ഇപ്പം പ്രശ്നങ്ങൾ സോൾവ് ആവല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കടാ, അല്ലെങ്കിൽ ഇവിടെ തലവേദന എടുത്തിരിക്കുക. ആ സമയത്ത് തട്ടിക്കൊണ്ട് പോലും. എടാ, അതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല. വേറെ എന്തെങ്കിലും തീരുമാനങ്ങൾ തീരുമാനിക്കണം, അല്ലാതെ ഇതൊന്നും നടക്കാത്ത കാര്യമാടാ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവനും പോവുകയാണ്. അങ്ങനെ നമ്മുടെ വൈജയെ കാണിക്കുകയാണ്. അപ്പോൾ വൈജ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുക, അമ്മ വല്ലതും അറിഞ്ഞോ? എന്താടി, എന്താ കാര്യം? അതെ, ബാലേന്ദ്രൻ അലീനയും കൊണ്ട് റിസോർട്ടിലാണ്. റിസോർട്ടിലോ? ആ, കൃഷ്ണമോളും അലീനയും കൂടെയുണ്ട് ബാലേന്ദ്രൻ്റെ കൂടെ. റിസോർട്ടിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ എന്തു ഭാവിച്ചാണ് അമ്മേ? ഇങ്ങനെ തലക്ക് വല്ല ഓളം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടി, ഏതായാലും നീയല്ലേ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയത്. നമുക്കറിയാമായിരുന്നല്ലോ ബാലചന്ദ്രൻ എങ്ങനെയെങ്കിലും അലീനയെ കണ്ടെത്തുമെന്ന്. അത് മനസ്സിലുറപ്പിച്ച കാര്യം തന്നെയല്ലേ. പിന്നെ എന്തിനാ ഇതിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ വൈജയെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും ബാലേന്ദ്രൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാനാണ് പോണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും ഞാൻ സമ്മതിക്കാനായിട്ട് പോകുന്നില്ല എന്നവിടെ പറയാം. നീ സമ്മതിച്ചില്ലെങ്കിൽ അവനെന്താ? അവനൊരു ചുക്കൂല. അല്ല, അവർ റിസോർട്ടിലുണ്ടെന്ന് ആരാ പറഞ്ഞത്? ആ, മനുവാ പറഞ്ഞത്. മനു അവിടെ പോയിരുന്നത്രേ. മനു പോയെന്നോ? ആ, എന്നിട്ട് ഇത്രയും വിവരമുള്ളവൻ അവനെ ഉപദേശിച്ചില്ലേ? പിന്നെ ഉപദേശിക്കാൻ പോകുന്നു ബാലേന്ദ്രൻ്റെ മുന്നിലോ? ബാലേന്ദ്രന് അവൻ സപ്പോർട്ടായിട്ടാണ് നിന്നത്, അല്ലാണ്ട് ഉപദേശിക്കാനൊന്നും തയ്യാറായതുമില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാനാ? എല്ലാം എൻ്റെ വിധി. പക്ഷേ ഞാൻ വിധിയായിട്ട് അങ്ങനെ അംഗീകരിക്കുന്നില്ലമ്മേ. ഞാനേ
പൊളിച്ചടുക്കുക തന്നെ ചെയ്യും. ഈ വൈജ ഇവിടെ ഉള്ളപ്പോൾ ഒരുത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്ന? ഞാൻ അങ്ങനെ പലതും ചെയ്യും, അമ്മ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വൈജ അവിടെ നിന്ന് പോവാ. അപ്പോൾ ഈ അമ്മയ്ക്കാണല്ലോ എൻ്റെ ദൈവമേ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോട്ട് എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ, ഇതെന്താ ഭാവം. അങ്ങനെ വൈജ നേരെ രാജീവനെ വിളിക്കുകയാണ്. രാജീവേട്ടാ, എന്താ രാജീവേട്ട കാര്യങ്ങളെല്ലാം? അവളെയും കൂട്ടി ഇനി ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ വരത്തെ ഞാൻ സമ്മതിക്കില്ലല്ലോ. അപ്പം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം വൈജേ. എന്ത് ചെയ്യാനായിട്ടാണ് രാജീവേട്ട? അങ്ങനെ പലതും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ കണ്ടവളന്മാരെയൊക്കെ ഒന്നും വീട്ടിൽ കയറി താമസിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നിന്റെ ചേട്ടനല്ലേ ഞാൻ, അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എനിക്ക് സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ മനു ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും രാജീവൻ, എടാ മനു, നീ ഇത് എങ്ങോട്ട് പോവാ? ഞാൻ എറണാകുളത്തേക്ക്. എടാ, സംസാരിച്ചതൊക്കെ മറന്നുപോയോ നീ? എടാ, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നീ എറണാകുളത്തേക്ക് പോവുകയാണോടാ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എനിക്ക് എറണാകുളത്തേക്ക് പോയാൽ മതിയാവുള്ളൂ അങ്കളെ. ഞാൻ അങ്കളോട് പറഞ്ഞല്ലോ, അങ്കൾ ഇവിടെ ഇനി പ്രശ്നം സോൾവ് ആക്കിയിട്ട് യാതൊരു കാര്യമില്ല. അലീന ഇപ്പോൾ ബാലേന്ദ്രൻ അങ്കളുടെ കൂടെയാണ്. അവിടെ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പിന്നെ അങ്കൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? അങ്കളുടെ പെങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. എന്നിട്ട് അങ്കളുടെ ജോലി നോക്കി പോകാൻ നോക്ക്. അല്ലെങ്കിലേ അങ്കൾ ഇവിടെ പെട്ടുപോകും. ഇല്ല, ഞാൻ വൈജയെ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് താഴ്ത്തി വിട്ടിട്ട് പോകാനൊന്നും പോകുന്നില്ല. അങ്ങനെ പേടിച്ചോടേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അങ്കൾ പോകില്ല എന്നാണ് അർത്ഥം അല്ലേ? എങ്കിൽ പിന്നെ വരാനുള്ളതൊക്കെ വഴി തങ്ങൂല അങ്കളെ, അനുഭവിച്ചോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്കിൾക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്കിള് സിംഗപ്പൂരിൽ നിന്ന് വന്നു. ഇതൊക്കെ വെറും വേസ്റ്റായി പോയി അങ്കളെ. അങ്കിൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധിച്ചില്ലല്ലോ. ഏതായാലും അങ്കിളുടെ തീരുമാനം ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ പോവാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കാണാം എന്നിങ്ങനെ സംസാരിച്ച് കൊണ്ട് നമ്മുടെ മനു അങ്ങോട്ട് പോവുക. മനു പോയി കഴിഞ്ഞപ്പോഴേക്കും ഹരിയോട് നമ്മുടെ ഈ രാജീവൻ ചോദിക്കുകയാണ്, ഹടാ അതെന്താ മനു അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കാണാമെന്ന്. അങ്കിൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയും പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടി ഇവിടെ നിന്നാൽ ഇനി ആഴ്ചകളോളം നീണ്ടുപോകുമത്രേ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്കിളെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അലിനെ തട്ടിക്കൊണ്ടുപോയി അവളെ തീർക്കാനേ. ഹരി, എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണ്ട. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പിന്നെ എൻ്റെ സിംഗപ്പൂർ യാത്ര മുടങ്ങും. പിന്നെ എനിക്ക് വിദേശത്തേക്ക് പോകാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല. എത്രയും പെട്ടെന്ന് ഇനി ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്ന് രാജീവിന് മനസ്സിലാകുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയെ കാണിക്കുക. അപ്പോൾ രേവതിക്കുട്ടി നേരെ മനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. രേവതിക്കുട്ടി, എന്താ വിളിച്ചത്? മനുവേട്ട സത്യം പറ മനുവേട്ട, എന്താ സംഭവിച്ചത്? അലീന ചേച്ചി എവിടെ? അലീന ചേച്ചി അവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. മനുവേട്ടൻ ഗ്രേസമാൻറ്റിയെ വിളിച്ചായിരുന്നല്ലേ? അലീന ചേച്ചി ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചല്ലേ? പറ മനുവേട്ട, എന്താ സംഭവിച്ചത്? എന്താ എൻ്റെ ചേച്ചിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ രേവതിക്കുട്ടി, മോള് സങ്കടപ്പെടല്ലേ, ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഞാൻ പറയാം. അലീനയെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. പക്ഷേ അലീന അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറായില്ല. എല്ലാവരും കൂടി ചേർത്ത് അവളുടെ കൈ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ റോഡിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല രേവതിക്കുട്ടി. പക്ഷേ പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സുരക്ഷിതമാണ്. അങ്കിളുടെ കൂടെ തന്നെ അലീനയുണ്ട്. അലീന മാത്രമല്ല, കൃഷ്ണമോളും ഉണ്ട്. ഒരു അച്ഛൻ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ അലീനയെ ബാലനങ്കിള് കെയർ ചെയ്യുന്നുണ്ട്. ഒരച്ഛൻ്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ അലീന കഴിയുന്നത് എന്ന് രേവതിക്കുട്ടിയോട് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്കുട്ടി ഭയങ്കരമായിട്ടും കരയാണ്. എന്നാലും എന്തിനാണ് എൻ്റെ ചേച്ചിയെ അവരിങ്ങനെ കിടന്ന് ദ്രോഹിക്കുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ? ആ വീട്ടിലുള്ള ഓരോരുത്തരെയും എത്രമാത്രമാണ് എൻ്റെ ചേച്ചി സ്നേഹിക്കുന്നതെന്ന് അറിയാമോ മനുവേട്ട? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആ ചേച്ചിയോടാ അവിടെ ഉള്ളവർ മുഴുവനും ഇങ്ങനെയെല്ലാം കാണിച്ചു വിടുന്നത്. എൻ്റെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കാകെ സങ്കടം തോന്നുന്നു മനുവേട്ട എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ അലീന ചേച്ചി സുരക്ഷിതമാണ്. ഇനി സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനല്ലേ വാക്ക് പറയുന്നത്. സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്.
അപ്പോഴാണ് രേവതിക്കുട്ടിക്ക് ഒരു ആശ്വാസം തോന്നിയത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജീവൻ നേരെ ഈ വൈദ്യരുടെ അടുത്ത് എത്തിയിരിക്കുക. അപ്പോൾ വൈദ്യരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും രാജീവേട്ടാ എങ്ങോട്ടാ പോകുന്നത് മട്ടിലാണെന്ന് തോന്നല്ലോ. ആ, നിന്നെ കണ്ട് ചില കാര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാനേ ഏതായാലും സിംഗപ്പൂരിലേക്ക് സിംഗപ്പൂരിലേക്ക് പോകാനോ? എന്താ രാജീവേട്ടനെ പകുതി വഴിയിലിട്ടിട്ട് രാജീവേട്ടൻ പോവാണോ സിംഗപ്പൂരിലേക്ക്? എന്തൊക്കെയാ പറയുന്നത്? പിന്നെ എനിക്ക് പോവണ്ടേ? പോയേ മതിയാവുള്ളൂ. ഈ പ്രശ്നത്തിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാകും. അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ. അല്ല, ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് പോയാൽ പോരെ? ബാലേന്ദ്രൻ എപ്പോൾ വരുമെന്ന്? അതുവരെ ഞാനിവിടെ കാത്തിരിക്കാനോ? ഇനി അയാൾ വന്നില്ലെങ്കിലോ? എന്താ രാജീവേട്ടൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്? വൈജ, നീ പേടിക്കണ്ട. എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഒപ്പിച്ചോളാം. അങ്ങനെ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. അല്ല, ഇനി ബാലേന്ദ്രൻ അലീനയെയും കൂട്ടിയാണ് വരുന്നതെങ്കിലോ? അലീനയും കൂട്ടി വരുന്നതെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതിയെന്നേ. ആ സമയത്ത് നിനക്ക് എന്താണോ തോന്നുന്നത് അതേപോലെ നീ ചെയ്യുക. പക്ഷേ ബാലചന്ദ്രനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ നീ സംസാരിച്ചു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ നിന്റെ കാരണം നോക്കി ഒന്ന് തരും. അപ്പോൾ പിന്നെ നിനക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ബാലേന്ദ്രൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല വൈജേ. ഞാൻ ഏതായാലും അമ്മയെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ നേരെ അമ്മയെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഞാനേതായാലും സിംഗപ്പൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അമ്മേ. നീ സിംഗപ്പൂരിലേക്ക് പോവാണോ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊന്നും സോൾവ് ആക്കാനല്ല നീ വന്നത്? നീ ഇവിടുത്തെ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ദേ ഇപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായി. അതല്ലേ സംഭവിച്ചത്? നിനക്കിവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എൻ്റെ രാജീവ. എന്താ അമ്മ അങ്ങനെ പറയുന്നത്? അല്ല, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പോൾ ദേ അലീനയും ഇല്ല, ബാലേന്ദ്രനും ഇല്ലേ വീട്ടിൽ. നീ എന്ത് ചെയ്യുമെന്നാ? ഏതായാലും ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ. ചിലപ്പോൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ? എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേക്കും എങ്ങോട്ട് പോകാനായിട്ട്? എങ്ങോട്ടും പോവില്ല. അപ്പോഴേക്കും വൈകി ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് വരികയാണ്. എന്താണ് ഇവിടെ സംസാരം ചോദിച്ചപ്പോഴേക്കും ഇപ്പം അമ്മ പറയുന്നത് പ്രശ്നം തീർക്കാൻ വന്ന ഞാനിപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാക്കി മാറ്റിയെന്നാണ് അമ്മ പറയുന്നത്. അല്ല രാജീവേട്ടാ, ഇനി ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേക്കും വരുമ്പോഴല്ലേ അപ്പം നോക്കാം. അപ്പം അമ്മയാണെങ്കിൽ അലീനയും കൂട്ടി വന്നാൽ നീ 2 കൈ നീട്ടി സ്വീകരിക്കേണ്ടി വരും. എൻ്റെ പട്ടി സ്വീകരിക്കും. ആ നിമിഷം ഞാൻ ഈ വീട് വിട്ടിറങ്ങും. എന്നിട്ട് നീ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോകും. അതൊന്നും ഒരാളും ചിന്തിക്കേണ്ട കാര്യമല്ല. ചിലപ്പോൾ ഞാൻ പല വഴികളും നേടും. ചിലപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്തു നിന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.